നല്ല പകലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഇത്രത്തോളം ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ, ആ മല്ല കർത്താവ് ഒരുക്കുന്ന മല്ല കൃപകൾക്കായി, നല്ല സാവധാനങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല പാട്ടുകൾ പാടി ഈ നിമിഷം വരെയും ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് ഇടവരുത്തിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി ഒന്ന് രണ്ട് ചിന്തകൾ വേഗത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ കൈമാറിയത് നിങ്ങളോട് കൈമാറി നമുക്കിന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച് കടന്നു പോകാൻ ഇടവരുത്തട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 6 വേഴ്സ് 12. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നല്ല വചനത്തിനായി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പോരാ, സന്തോഷത്തോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ്. അതിനകത്ത് നിന്ന് വ്യത്യസ്തമായ ഒന്ന് രണ്ട് ചിന്തകൾ ഈ ഞായർ ഉച്ച കഴിയുന്ന സമയത്ത് നിങ്ങളോട് കൈമാറി നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗമിടവരുന്നുണ്ട്. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ദൂതൻ ആരെയാണ് ആ പദം വിളിക്കുന്നത്. അത് ഗിദെയോനെ വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം നാം ധ്യാനിക്കുമ്പോൾ തന്നെ അതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. 6-ാം അധ്യായം 1 മുതൽ നാം പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം വിതയ്ക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നില്ല. അവരുടെ നന്മകൾ മുഴുവനും ശത്രു അല്ലെങ്കിൽ മിഥ്യാന്യർ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം. അധ്വാനിക്കുന്നുണ്ട്, വേല ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. ഒരായുസ് മുഴുവനും ചെയ്തു തീർക്കേണ്ടതെല്ലാം, ദൗത്യങ്ങളെല്ലാം ചെയ്തു പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷേ ആ പൂർത്തീകരണത്തിൻ്റെ റിസൾട്ട് കാണാൻ കഴിയാതെ ഇസ്രായേൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിനകത്താണ് നമുക്ക് ഈ ദൂതൻ്റെ ഇൻ്റർവെൻഷനും ദൂതനുമായിട്ടുള്ള ഗിദെയോന്റെ എൻകൗണ്ടറൊക്കെ കാണാൻ കഴിയുന്നത്. ഞാനിങ്ങനെ സ്നേഹത്തോടെ പറയാം, പ്രിയരെ, വേദപുസ്തകത്തിനകത്ത് എപ്പോഴെല്ലാം ദൈവജനം പാപം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവർ, ദൈവിക കൽപ്പന അനുസരിക്കാൻ വിളിക്കപ്പെട്ടവർ, ദൈവിക കൽപ്പനയും ദൈവത്തെയും മറന്ന് എപ്പോഴെല്ലാം ജാതികളെക്കാൾ അല്ലെങ്കിൽ ജാതിയെപ്പോലെ അധപ്പതിച്ച് ജീവിച്ചിട്ടുണ്ടോ, ആ സമയത്തെല്ലാം ദൈവം ശത്രുക്കളെ കയ്യിൽ ദൈവജനത്തെ ഏൽപ്പിക്കാറുണ്ട്. നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇസ്രായേൽ ജനം പാപം ചെയ്തു, അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവം ഇസ്രായേലിനെ, അങ്ങനെ തന്നെയാണ് പദം പറയുന്നത്, ദൈവം ഇസ്രായേലിനെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. 2026 ആരംഭ ദിനങ്ങളിലാണ് നമ്മൾ. ഇന്ന് പകൽ 11-ാം തീയതി ഇവിടെ നിൽക്കുമ്പോൾ ഈ ഹാളിനകത്തായിരിക്കുന്നവർ, ലൈവിലൂടെ എന്നെ ശ്രമിക്കുന്നവർ നമ്മോട് തന്നെ ചോദിക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് റിസൾട്ടുകൾ കാണാൻ കഴിയാതെ, മറുപടികൾ കാണാൻ കഴിയാതെ, ഒരു നന്മയോ അനുഗ്രഹമോ നാം ചെയ്യുന്ന ഉപജീവനത്തിനകത്തായി ായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസത്തിനായിക്കൊള്ളട്ടെ, തലമുറകളുടെ ഭാവിക്കകത്തായിക്കൊള്ളട്ടെ, നന്മകൾ പ്രാപിച്ചെടുക്കാൻ കഴിയാതെ എവിടെയെങ്കിലും നന്മകൾ വെളിപ്പെടുന്നതിന് മുമ്പ് ശത്രുക്കൾ നന്മകൾ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ശത്രുക്കളുടെ വലിപ്പമല്ല നാം പറയേണ്ടത്, നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
അമ്മ, നമ്മളെല്ലാം അനുഗ്രഹത്തെ തടയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളെ തടയുന്ന ശത്രുക്കളെ വലുതായി കാണിക്കാറുണ്ട്. ഇവിടെ വചനം പറയുന്നു, ശത്രുവിൻ്റെ വലിപ്പമല്ല ദൈവം പറയുന്നത്. ദൈവം ഇസ്രായേലിനെ മിഥ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുക്കാനുള്ള കാരണം ദൈവജനം പാപം ചെയ്തു, ദൈവത്തിൽ നകന്നുപോയി. ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകൾക്ക്, ഞെരുക്കങ്ങൾക്ക്, ശൂന്യതകൾക്ക് കത്ത് ഇന്ന് പകൽക്കാലം നാമുമായുള്ള ബന്ധത്തിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ വന്നുപോയ വിള്ളലുകളാണെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ കുറവുകളെ നീ ക്ഷമിച്ച് വീണ്ടും എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമേ. എത്ര പേർക്ക് പറയാൻ കഴിയും? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ, അങ്ങനെ ഒരു ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമ്മൾ പലപ്പോഴും ശത്രുവിൻ്റെ വലിപ്പം പറഞ്ഞ് ഒതുങ്ങിയിരിക്കുന്നവരാണ്. പ്രിയരെ, ശ്രദ്ധിച്ചു കേൾക്കണം. എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് നാം അകലുമോ അപ്പോഴെല്ലാം ദൈവം നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. പൗലോസ് തന്നെ പറയുന്നുണ്ട്, വെളിപ്പാടിൻ്റെ ആധിക്യം നിമിത്തം ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ദൈവം ആരോട് കൽപ്പിച്ചു? സാത്താന്റെ ദൂതനോട് കൽപ്പിച്ചു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരില്ലായിരുന്നു? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സേവകാത്മാക്കളില്ലായിരുന്നു? എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചില്ല? എന്തുകൊണ്ട് സാത്താന്റെ ദൂതന്മാരെ ഏൽപ്പിച്ചു? പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ നാം പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് അകന്നു പോകുന്ന തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ ശത്രുവിൻ്റെ കയ്യെ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ കയ്യിൽ ഇവരെ ഏൽപ്പിച്ച് ശത്രുവിനെ എൻ്റെ ദൈവം ഒരു വടിയായി ഉപയോഗിച്ചു. അമ്മേ, ശത്രുവിനെ ദൈവം ഒരു വടിയായി തൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരാൻ ഉപയോഗിച്ചു എങ്കിൽ 2026 ഈ 11ാമത്തെ പകൽ നമ്മോട് തന്നെ പറയാമോ, ഇന്ന് പകൽ നമുക്കൊന്ന് മടങ്ങിപ്പോകണം, അപ്പന്റെ ഭവനത്തിലേക്കൊന്ന് മടങ്ങിപ്പോകണം. എന്തിനു വേണ്ടി? ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ, ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ചില നന്മകൾ അവ അന്യൻ അപഹരിച്ചു പോകേണ്ടതല്ല. ഇന്ന് പകൽ അത് നാം സ്വീകരിക്കേണ്ടതാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ ശത്രു അപഹരിച്ചു കൊണ്ടുപോകുന്ന ചില നന്മകളെ ആത്മാവിൽ തിരിച്ചു പിടിക്കുക. തന്റെ ഇടമുള്ള ഒരു തലമുറ ഈ പട്ടണത്തിന്റെ നടുവിൽ ഈ പകൽക്കാലം എഴുന്നേറ്റു വരട്ടെ. ശക്തിയോടെ ദൈവത്തെ അനുഭവിക്കേണ്ട ചില നന്മകൾ തടയപ്പെട്ടത് ഞാൻ വിതച്ചു, സത്യമാണ്. ഇമ്മലകൾ വിതച്ചത് കണ്ണുനീരോടെയാണ്, സത്യമാണ്. പക്ഷെ പല വിതകള് അത് വിത്ത് മുളപൊട്ടി കൊയ്ത്തിന് ഭാഗമായപ്പോ, കൊയ്യേണ്ട സമയമായപ്പോ അർത്ഥം ഇത്രയുള്ളൂ: ഞാൻ അനുഭവിക്കേണ്ട നന്മ, എൻ്റെ കുടുംബം അനുഭവിക്കേണ്ട നന്മ, എൻ്റെ സഭ അനുഭവിക്കേണ്ട നന്മ, എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് വെളിപ്പെടേണ്ട നന്മ എവിടെയൊക്കെ ശത്രു അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ ഇന്ന് പകലപ്പനെ, ഞാനും നീയുമായുള്ള ബന്ധത്തിനകത്ത് വന്നുപോയ കുറവുകളെ നികത്തി പിന്നെയും ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് അടുത്തു വരികയാണ്. ഞാനും അങ്ങുമായുള്ള ബന്ധത്തിനകത്ത് എന്നെ അകറ്റി നിർത്തുന്ന ചില പാപത്തിന്റെ കെട്ടുപാടുകളെ ഇന്ന് പകൽക്കാലം പൊളിച്ചു മാറ്റി അപ്പായേ ഇന്ന് പകൽ എന്നെ ഒന്ന് ചേർത്ത് നിർത്തണമേ. ആഗ്രഹമില്ലേ? നീ വിതച്ചത് കൊയ്യണമെന്ന് ആഗ്രഹമില്ലേ? ദൈവം നിനക്ക് അവകാശമായി തന്ന ദേശത്ത് സന്തോഷത്തോടെ പാർക്കണമെന്ന് ആഗ്രഹമില്ലേ? നിനക്ക് അവകാശമായി തന്ന ഭൂമിയിൽ നല്ല ഭവനം വെച്ച് പാർക്കണമെന്ന് ആഗ്രഹമില്ലേ? നിന്റെ അധ്വാന ഫലം നീ തിന്നണമെന്നല്ലേ ഇന്ന് പകൽക്കാലം വചനം പഠിപ്പിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താ? നിന്റെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പ്രിയരെ, ശ്രദ്ധിച്ചേ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 6-ാം അധ്യായത്തിനകത്ത് അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് കൊയ്യാൻ കഴിയുന്നില്ല. കാരണം ചെയ്യുന്ന നന്മകളല്ല, വെളിപ്പെടുന്ന നന്മകളല്ല മിഥ്യാന്യർ കൊണ്ടുപോകുകയാണ്. എത്ര അധ്വാനിച്ചിട്ടും, എത്ര കഠിന പ്രയത്നം ചെയ്തിട്ടും, രാത്രിയില്ലാതെ പകലില്ലാതെ ജീവിതത്തെ മറുകരയെത്തിക്കാൻ ശ്രമിച്ചിട്ടും ഒന്നുമാകാൻ കഴിയാതെ ഈ സന്ദേശം എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ ഹോളിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കകത്തിരുന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാല ശത്രുവിൻ്റെ വലിപ്പം പറയാതെ
ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക. ശത്രുവിൻ്റെ വലിപ്പം പറയാതെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നോക്കണ്ട, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കണ്ട, ആരും സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ യാത്ര ഇറങ്ങി തിരിച്ചത്. ഇന്ന് പകൽക്കാലം മനുഷ്യൻ സഹായിക്കുമെന്ന് കരുതിയല്ലോ ഇതുവരെയും എത്തിയത്. നന്മകൾ അപഹരിച്ചു കൊണ്ടുപോയ മിഥ്യാനിയ് ഇന്ന് പകൽക്കാലം നിന്റെ നന്മകളെ ലക്ഷ്യമിട്ട് വീണ്ടും പതിയിരിക്കുന്നുണ്ട്. ചില അനുഗ്രഹങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും പതിയിരിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നന്മകളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ഈ പകൽക്കാലം ഒന്ന് തിരിഞ്ഞു നടക്കാമോ? കർത്താവിന്റെ അടുക്കലേക്കൊന്ന് നടക്കാമോ? ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് ഇന്ന് പകൽക്കാലം ആഴം വർദ്ധിക്കണ്ട. പ്രിയരെ, 6-ാം അധ്യായത്തിനകത്ത് ഇസ്രായേൽ ജനം വിതയ്ക്കുന്നുണ്ട്, കൊയ്യാൻ കഴിയുന്നില്ല. ആ ദേശമെന്ന് പറയുന്നത് പിതാക്കന്മാർക്ക് ദൈവം അവകാശം കൊടുത്ത ദേശമാണ്. അബ്രഹാമിന് അളന്നുകൊടുത്ത ദേശമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പിതാക്കന്മാർക്ക് അവകാശം കൊടുത്ത വാക്തത്വമുള്ള ദേശം, വാക്തത്വമുള്ള മണ്ണിനകത്ത് ഇന്ന് പകൽ വിതച്ചാൽ എങ്ങനെ കൊയ്യണം? ക്ഷാമകാലത്ത് 100 മേനി കൊയ്യണം. ഹലോ, ഇസഹാക്ക് ക്ഷാമകാലത്തു അവൻ 100 മേനി കൊയ്തു എന്ന് പറഞ്ഞാൽ അതേ ദേശത്ത്, അതേ ഇടത്ത് ആമേൻ അവരുടെ തലമുറകൾ വിതയ്ക്കുന്നുണ്ട്. പക്ഷെ കൊയ്യുന്നത് ശത്രുക്കളാണ്. അതേ ദേശത്ത് ഭവനങ്ങളിൽ പാർക്കാൻ വിളിക്കപ്പെട്ടവർ, അതേ ദേശത്ത് കൂടാരങ്ങളിൽ പാർക്കാൻ വിളിക്കപ്പെട്ടവർ, പക്ഷെ ശത്രുവിനെ ഭയന്ന്, മിഥ്യാന്യരെ ഭയന്ന് പാർപ്പ് ഗുഹകളിലാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എത്ര ദയനീയമാണ്. ദൈവം ശത്രുവിൻ്റെ കയ്യിൽ ഇസ്രായേലിനെ, അല്ലെങ്കിൽ മിഥ്യാന്യരുടെ കയ്യിൽ ഇസ്രായേലിനെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ നന്മകൾ അപഹരിക്കുക മാത്രമല്ല, അവരുടെ നന്മയും വസ്തുവകകളും കൂടാരമെല്ലാം ശത്രുക്കൾ അപഹരിച്ചിട്ട് ഇന്ന് ദൈവജനത്തിൻ്റെ പാർപ്പ് ഗുഹകളിനകത്താണ്. ഗുഹയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുകയാണ്, ഭയന്നിരിക്കുക. എന്തിനാ ഇസ്രായേൽ ജനം ഗുഹയ്ക്കകത്ത് മറഞ്ഞിരിക്കുന്നത്? ഭയം കൊണ്ടാണ്, ശത്രുവിനെ കുറിച്ചുള്ള ആകുലത കൊണ്ടാണ്. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ വന്നുപോയ വേദന കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ, ജീവിതത്തിനകത്ത് വന്നുപോയ പരാജയം കാരണം, ബിസിനസ് തകർച്ച കാരണം, ജീവിതത്തിനകത്ത് വന്നുപോയ വേദനയും നിന്നയും കുത്തുവാക്കുകളും കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു മുറിക്കകത്ത് ഒതുങ്ങിപ്പോയ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്റെ ദൈവത്തിന് പറയാൻ ഒരു ദൂതുണ്ട്. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ശത്രുക്കളല്ല പാർക്കേണ്ടത് കുഞ്ഞ്, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നവനല്ല പാർക്കേണ്ടത്. നീയും നിന്റെ സമ്പതിയും പാർക്കേണ്ട ഭവനത്തിനകത്ത്, നീയും നിന്റെ സമ്പതിയും അനുഭവിക്കേണ്ട നന്മകൾ ശത്രുക്കളല്ല കൊണ്ടുപോകേണ്ടതും അപഹരിക്കേണ്ടത്. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുക, നിന്റെ കൂടാരത്തിനകത്തുനിന്ന് എന്റെ ദൈവ ജീവനെ അന്വേഷിക്കുകയാണ്. മനസ്സിലായവരുണ്ടെങ്കിൽ കരമടിച്ചോ, ആമേൻ പറഞ്ഞു. ഈ ദൂത് സ്വീകരിക്കണം. എത്രയോ പ്രാവശ്യം മാതാപിതാക്കൾ കയ്യിൽ നന്മയില്ലാതെ ചേർത്ത് പിടിച്ച് നമ്മോട് കരഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചത് എന്നെങ്കിലും നമുക്കൊരു നല്ല കാലമുണ്ടാകുമ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ എനിക്ക് തുടച്ചു മാറ്റണം, എൻ്റെ കുടുംബത്തിൻ്റെ വേദനയെ എനിക്ക് തുടച്ചു മാറ്റണം, എൻ്റെ സ്വന്തമായ ഇടത്ത് മനോഹരമായൊരു ഭവനം പണിയണം, അവിടെ ജീവിക്കണം, അവിടെ പാർക്കണം. ഇന്ന് പകൽ കേട്ടേ, ഭവനമുണ്ട് പ്രിയരെ, കൂടാരമുണ്ട് പ്രിയരെ, നന്മകളുണ്ട് പ്രിയരെ, കൊയ്ത്തുണ്ട് പ്രിയരെ, പക്ഷെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ ദേശത്ത്
കാലെടുത്തു വയ്ക്കാൻ കഴിയുന്നില്ല. കാരണം ശത്രുക്കൾ അവരെക്കാൾ പെരുകിയിരിക്കുക. ഇന്ന് പകൽക്കാലം ദാവീദ് പറയുന്നത് പോലെ നിന്നോട് എതിർക്കുന്നവർ അനേകരെന്ന് ഇന്ന് പകൽക്കാലം ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര വലിയ സൈന്യം നിനക്കെതിരെ പാളയമിറങ്ങിയാൽ നീ ഭയപ്പെടേണ്ട കേട്ടോ, നീ ഭ്രമിച്ചു പോകേണ്ട കേട്ടോ, നീ അധൈര്യപ്പെടേണ്ട കേട്ടോ. ഇന്ന് പകൽ അവരുടെ നടുവില് യുദ്ധവീരനായ ദൈവം നിനക്ക് വിജയം നൽകും. 2026 ദൈവം നിന്റെ കുടുംബത്തിന് വിജയം നൽകുക, നിന്റെ തലമുറയ്ക്ക് വിജയം നൽകുക, നിന്റെ ശുശ്രൂഷയ്ക്ക് വിജയം. സ്വന്തമായി ഭവനമുണ്ട്, സ്വന്തമായി വയലുണ്ട്, സ്വന്തമായി എല്ലാം ഉണ്ട്. ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ എല്ലാം ഉണ്ട്. പക്ഷെ ഉള്ളതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഉള്ള പിന്നെ നന്മകളൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഉള്ള ഭവനത്തിനകത്തൊന്ന് കയറി പാർക്കാൻ കഴിയുന്നില്ല. ഒരു രാത്രി അന്തി ഉറങ്ങാൻ കഴിയുന്നില്ല. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മനിറവിൽ ചോദിക്കട്ടെ, എത്ര നാളായി നന്നായി ഒന്ന് ഉറങ്ങിയിട്ട്, എത്ര നാളായി കണ്ണുനീരില്ലാതെ ഭവനത്തിനകത്തൊന്ന് കയറി പാർത്തിട്ട്, എത്ര നാളായി ആമേ ഭയമില്ലാതെ ജീവിതം ജീവിച്ചു തീർത്തിട്ട്, എത്ര നാളായി ആ കൂടാരത്തിനകത്ത് സമാധാനം വെളിപ്പെട്ടിട്ട്. ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലമില്ലേ? ഇതെല്ലാം ഇന്ന് പകൽ നിന്നിൽ നിന്ന് അന്യപ്പെട്ടു പോയില്ലേ? ഇതിന്റെ പിന്നിൽ മിഥ്യാനിയരാണ് സത്യം. പക്ഷെ മിഥ്യാനിയരുടെ കയ്യിൽ ഏൽപ്പിച്ചൊരു സ്വർഗമുണ്ട്. ഈ പകൽക്കാലം മിഥ്യാനിയരെ ഇന്ന് പകൽക്കാലം നമുക്കെതിരെ ആയുധമാക്കിയൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ വന്നുപോയ അകർത്യങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ചില ഗുഹകളുടെ വാർപ്പിന്, ഗുഹകൾക്കകത്തുള്ള പാർപ്പിന് കാരണം നമ്മുടെ പാപമാണ്. ചില നന്മകൾ അനുഭവിക്കാൻ കഴിയാത്തതിനുള്ള കാരണം നമ്മുടെ പാപമാണ്. ചില ബിസിനസ്സുകൾ സ്റ്റക്കായി പോയതിന് പിൻപിൽ നമ്മുടെ പാപമാണ്. ചില ശുശ്രൂഷയുടെ വഴികളെ ദൈവം അടച്ചതിന് പിന്നിൽ നമ്മുടെ പാപമാണ്. ഇന്ന് പകൽ കർത്താവിനോടൊന്ന് നിരന്നിട്ടൊന്ന് തിരിച്ചു വരാമോ? ഇന്ന് പകൽ ശ്രദ്ധിച്ചേ, ഇസ്രായേൽ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. എവിടെയാ ഒളിച്ചിരിക്കുന്നത്? സ്വന്തം ദേശത്ത്. എത്ര വലിയ ദയനീയമല്ലേ! അത്രയും വലിയ ദയനീയതയ്ക്കകത്ത് ഇസ്രായേൽ ജീവിക്കുകയാണ്. ഗുഹയ്ക്കകത്തൊളിച്ചിരിക്കുകയാണ്. ഗസ്സ വരെയുള്ള ദേശം വരെയുള്ള വയലുകൾ മുഴുവനും ശത്രു കൊയ്തു കൊണ്ടുപോയി, ശത്രു അപഹരിച്ചു കൊണ്ടുപോയി. 6-ാം അധ്യായം വീട്ടിൽ പോയി ധ്യാനിക്കുക. അമ്മ ഗസ്സ വരെയുള്ള സ്ഥലം മുഴുവനും ശത്രു അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണമേ, ഗുഹയ്ക്കകത്ത് പാർക്കുന്ന ഇസ്രായേലിന് ആമേൻ ഇന്ന് പകൽ ഞാനിങ്ങനെ പറയാം, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം, ആമേൻ അവൻ്റെ കൂടാരത്തിനകത്ത് ഭക്ഷിക്കാം ചില നന്മകൾക്ക് വേണ്ടി ഒരുവൻ ഭയന്ന് ആൾമാറിയവനെ പോലെ അവൻ എവിടെയാ വരുന്നത്? ഒരു സഞ്ചി നിറയെ ഗോതമ്പുമായി അവൻ എവിടെ വരികയാ? അവൻ മുന്തിരി ചക്കിനടുക്ക വന്നിരിക്കുക. എന്തിനെന്നറിയാമോ? ഗിദെയോൻ അവൻ്റെ അന്നുള്ള ആഹാരത്തിനു വേണ്ടി, അവൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ അവൻ അധ്വാനിച്ച നന്മകൾ ചിലതൊക്കെ പറക്കിക്കൊണ്ട് അവൻ ആരുമറിയാതെ മിദ്യാന്യരുടെ കണ്ണ് വെട്ടിച്ച് ഭയന്ന് വരികയാണ്. അർത്ഥം, മിദ്യാന്യർ കണ്ടു കഴിഞ്ഞാൽ ഗിദെയോനെ കൊന്നുകളയും. മരണഭയത്താൽ ഒരുവൻ ഭയന്ന് വിറച്ച് ആരെങ്കിലും കണ്ടോ കണ്ടില്ലയോ എന്ന ആകുലതയോടെ, ചിന്താഭാരത്തോടെ കുറച്ച് ഗോതമ്പുമായി, ഗോതമ്പ് എവിടെയാണ് പൊടിക്കുന്നത്? ഗോതമ്പ് ചക്കിലാണ് പൊടിക്കുന്നത്, അല്ലേ? ഗോതമ്പ് ചക്കിലിട്ടാ പൊടിക്കേണ്ടത്. പക്ഷെ ഗോതമ്പ് പൊടിക്കാൻ ആരുമറിയാതെ അവൻ മുന്തിരി ചക്കിൻ്റെ അടുക്കൽ ഒളിഞ്ഞിരിക്കുകയാണ്. അവൻ ഒളിഞ്ഞിരിക്കുന്നത് ആരും അവനെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലുള്ള നന്മയും കൂടെ ശത്രു കൊണ്ടുപോകും. അത് കാണാതിരിക്കാൻ ഭയന്ന് ഒരുവൻ മുന്തിരി ചക്കിൻ്റെ അടുക്കൽ ഒളിച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ
ജീവിതത്തിനകത്തേതൊക്കെ മേഖലകൾക്കകത്ത് ഭയന്നൊറ്റപ്പെട്ട് നാളത്തെ പകലിന് വേണ്ടി എന്തൊക്കെയും കരുതണമെന്ന് ആഗ്രഹിച്ച് എവിടെയെങ്കിലും വേദനിച്ചാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നീ ഇരിക്കുന്ന ഇടത്തിറങ്ങി വരാൻ കഴിയുന്ന, ഇരിക്കുന്ന ഇടത്തിറങ്ങി വന്ന് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു അപ്പൻ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഉണ്ട് കേട്ടോ. ഏതു കൂരിന്റെ താഴ്വരയിലും, ഏതു മരണനിഴലിന്റെ താഴ്വരയിലും, ഏത് ജീവിതത്തിന്റെ മേഖലകൾക്കകത്തും ഇറങ്ങി വരാൻ കഴിയുന്നൊരപ്പനുണ്ട്. 2026 ഈ 11ാമത്തെ പകൽ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ കർത്താവിനെ അറിഞ്ഞതല്ലേ ഭാഗ്യ? ഈ കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചതല്ലേ ഭാഗ്യ? ആരും തിരിച്ചറിയാതെ പോയപ്പോഴോ, സകലരും മാറ്റി നിർത്തിയപ്പോഴും, സകലര് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിറച്ചിയപ്പോഴോ, നീ ഉടഞ്ഞവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോഴോ, നിന്നെ ചേർത്ത് നിർത്തിയ ആ കർത്താവിനെ അറിഞ്ഞവല്ലേ മാന്യത? ഇത് പകൽ ഈറനണിഞ്ഞ കണ്ണുമായ അപ്പനോട് പറ, അങ്ങന്റെ കൂടാരത്തിൽ വന്നതാ ഞാൻ ഇന്ന് നിലനിൽക്കുന്നേ. ആ രാത്രിയിൽ ജീവിതം മടുത്തുപോയ ആ സാഹചര്യത്തിൽ നീ ഇറങ്ങി വന്നതാ എൻ്റെ ജീവിതത്തിനകത്തുള്ള ധന്യത. ഓ റാം ഷാബാന, എത്ര പേർ ആ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ആ കർത്താവ് വന്നിറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ, ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ 2026 നിലനിൽക്കുമായിരുന്നോ? ഇതുവരെയും നാം എത്തുമായിരുന്നോ? ഇന്ന് പകൽ ദൈവത്തോട് പറ, കർത്താവേ, അങ്ങേ അറിഞ്ഞതാണ് എൻ്റെ ഭാഗ്യം, അങ്ങ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ നിലനിൽക്കുന്നത്. പ്രിയരെ, ജീവിതത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മേഖലകൾക്കകത്ത് ആരുടെയും മുന്നിൽപ്പെടാതെ ഭയന്ന് ഭയന്ന് ഭയന്ന്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യൊക്കെ വിറച്ച്, ആരും കാണാതെ ഇച്ചിരി ഗോതമ്പ് ഒന്ന് പൊടിച്ചുകൊണ്ട് തിരിച്ച് ഗുഹയ്ക്കകത്ത് പോകണമെന്ന് പറഞ്ഞ ഒരുവൻ ചക്കിനടിയിൽ വന്ന് ഒളിഞ്ഞിരിക്കുക. ആമ മുന്തിരി ചക്കിൻ്റെ അടുക്കിൽ വന്നൊളിഞ്ഞിരിക്കുക. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ശത്രു ചിലത് അപഹരിച്ചു കൊണ്ടുപോയാലും, ദേശത്ത് നിലനിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും, നിനക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അതേ ഗുഹയ്ക്കകത്ത് എൻ്റെ ദൈവം ചിലതിനെ കണ്ടിട്ടുണ്ട്. അതേ കൂടാരത്തിനകത്ത് ചിലതിനെ കണ്ടിട്ടുണ്ട്. അതേ സഭയ്ക്കകത്ത് ചിലതിനെ കണ്ടിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്കകത്തുനിന്ന് ചിലതിനെ കണ്ടിട്ടുണ്ട്. ഈ പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഈ ദൂതിനോട് ആമേൻ പറയണ. ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബത്തിന്റെ വേദന മാറ്റ, നിന്റെ കണ്ണുനീര് തുടയ്ക്ക, നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റ. നിന്റെ കൂടാരത്തിനകത്ത് തന്നെ എന്റെ ദൈവം ചിലവിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മെയിൻ ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു കുടുംബം എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അറിയില്ല, ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത്, നിന്റെ കൂടാരത്തിനകത്തൊരു ശേഷിപ്പുണ്ട്. മാതാവ് വിങ്ങിപ്പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. അതേപോലൊരു ദൂത് ഈ പകൽ ദൈവാത്മാവ് കൈമാറുക. നീ തകർന്നെന്ന് പറയുന്നിടത്ത്, എല്ലാം അവസാനിച്ചെന്ന് പറയുന്നിടത്ത്, നീ ഭയപ്പെട്ടിരിക്കുന്നിടത്ത്, എല്ലാം തീർന്നെന്ന് പറയുന്നിടത്ത്, എൻ്റെ ദൈവം നിന്റെ കൂടാരത്തിനകത്തൊരു ശേഷിപ്പുണ്ട്. ഗിദെയോനെ, നീ ഭയന്നല്ലേ ഇരിക്കുന്നേ? ഗുഹയ്ക്കകത്തല്ലേ നിന്റെ ഭവനം കുടുംബക്കാർ പാർക്കുന്നേ? മിദ്യാനിയർ നിന്റെ വയലിലുള്ള നന്മകളെല്ലാം അപഹരിച്ചു കൊണ്ടുപോയില്ലേ? ഭാരപ്പെടണ്ട, ഞാൻ നിന്നിൽ ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട്. എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? ആ ദൂതേറ്റെടുക്ക. നിന്റെ കുടുംബത്തിന്റെ തകർച്ചയെ മാറ്റ. ദൈവം കണ്ട ശേഷിപ്പുകളായി ഇതിനകത്തിരുന്ന് കൈയടിക്കുന്നവർ, ഇവ ഈ ലൈവിലൂടെ എന്നെ ശ്രമിക്കുന്നവർ, ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്നവർ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറ്റ. ആരുമറിയാത്ത രാത്രികൾക്കകത്ത് നിങ്ങളുടെ തലമുറകളൊക്കെ ഉറങ്ങുമ്പോൾ അവിടെ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ എടുത്തു വരുമ്പോൾ തലയിലൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്തിനെന്നറിയാമോ? നീ പ്രാർത്ഥിക്കണം, എൻ്റെ കൂടാരത്തിൻ്റെ ശേഷിപ്പുകളാണിവർ. എൻ്റെ കൂടാരത്തിൻ്റെ
സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മക്കളെ യഹോവ തരുന്ന ദാനം ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. പ്രതിഫലമാണ്. ഇന്ന് പകൽ ഏതോ ഒരു കൂടാരത്തിനകത്ത്, ഏതോ ഗുഹയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ഏതോ കുടുംബത്തിൻ്റെ പ്രതിഫലമാണ് ചക്കിനടിയിൽ വന്ന് ഭയന്നിരിക്കുന്ന ഗിദെയോൻ. അവൻ്റെ ഇടുക്കൽ ഇറങ്ങി വന്നിട്ട് ദൈവം പറയുക, ഗിദെയോനെ, ഞാൻ നിന്നെ കണ്ടു. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട് പറയാം, എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത മാറ്റാ എൻ്റെ ദൈവം എന്നെ കണ്ടു. എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത മാറ്റാ എൻ്റെ ദൈവം എന്നെ കണ്ടു. തിരുവനന്തപുരം പട്ടണത്തെ പിടിക്കാൻ ദൈവം നമ്മുടെ സഭയെ കണ്ടു. രാജ്യങ്ങളിലേക്ക് അഭിഷിക്തന്മാരെ കരം വെച്ചയക്കുക ദൈവം നിയോഗം നമ്മുടെ സഭയ്ക്ക് തന്നു. വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കണം. ചില ശേഷിപ്പുകൾ ഇതിനകത്തുണ്ട്. ചില മഹത്വം വെളിപ്പെടുത്തുന്ന തലമുറകൾ ഇതിനകത്തുണ്ട്. ചില ഗ്ലോറി കാരിയേഴ്സ് ഇതിനകത്തുണ്ട്. മഹത്വത്തെ ചുമക്കുന്ന തലമുറ ഇതിനകത്തുണ്ട്. പട്ടണത്തിന്റെ ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, ചില മിഥ്യാന്യ ശക്തികള് ഇന്ന് പകൽക്കാലം തകർത്തിട്ട് ഇന്ന് പകൽ സുവിശേഷത്തിന്റെ ദീപശിഖ ഈ പട്ടണത്തിനകത്ത് ഉയർത്ത ഇതിനകത്ത് ചില ശേഷിപ്പുകളുണ്ട്. ആ ശിരസിൽ കൈവച്ചാട്ടെ. ശിരസിൽ കൈവച്ചിട്ട് പറ, എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടത മാറ്റാൻ എൻ്റെ ദൈവം എന്നെ കണ്ടു. അമ്മ ഇന്ന് പകൽ നിങ്ങൾ ചിന്തിക്കും, പാസ്റ്റർ എന്നാ പറയുന്നത്? എന്നെയോ? കഴിവില്ലാത്ത, പഠിപ്പില്ലാത്ത, രണ്ടക്ഷരം കൂട്ടി വായിക്കാൻ കഴിയാത്ത, നന്നായി ഒന്ന് എഴുതാൻ കഴിയാത്ത, എത്ര അധ്വാനിച്ചിട്ടും പരാജയമെന്ന് ലോകം പറഞ്ഞ എന്നെയോ? പ്രിയരെ, ഇവിടെ മുന്തിരിച്ചക്കിനകത്ത് ഒളിച്ചൊരുവനിരിപ്പുണ്ട്. അവൻ ഭയന്നവൻ്റെ കരങ്ങളെല്ലാം വിറങ്ങലിച്ചിരിക്കുക. അവനെ നോക്കിയ ദൈവം വിളിച്ചത്, അല്ലയോ പരാക്രമശാലിയേ, അല്ലയോ പരാക്രമശാലിയേ, the mighty warrior. ലോകം ഇന്നുള്ളത് നോക്കി നമ്മുടെ പേരിടും. നിനക്കിന്നെന്തുണ്ട് അത് നോക്കി നിന്നെ മാർക്കിടും. എൻ്റെ കർത്താവ് നിന്റെ ഇന്ന് നോക്കി പേരിടുന്നവനല്ല. നീ നാളെ ആരാകുമെന്നറിഞ്ഞ് നിന്നെ വിളിച്ചു വേർതിരിക്കുന്നവനാണ്. ഈ പകലെത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? എൻ്റെ ഇന്ന് ചെറുതായിരിക്കാം, എൻ്റെ ഈ പൂർവകാലം അല്പമായിരിക്കുക, എൻ്റെ അന്ത്യം അതിമഹത്തമായിരിക്കുമെന്ന് പകൽ വിശ്വസിക്കണം കേട്ടോ, വിശ്വസിക്കണം. അബ്രഹാമിനെ പറ്റി പറയുന്നത്, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്നത്തെ സാഹചര്യം നോക്കരുത്. നിന്റെ വീടിൻ്റെ അവസ്ഥ നോക്കരുത്. ഇന്ന് നിന്റെ മാതാപിതാക്കളുടെ അവസ്ഥ നോക്കരുത്. ഇന്ന് നിന്റെ ബുദ്ധി നോക്കരുത്. കർത്താവ് എന്ത് പറയുന്നോ കർത്താവിനോട് പറയണം, അടിയനിതാ അങ്ങ് പറയുന്നതിന് നിറവേറട്ടെ. ഓ ശബരതലഘടക എന്നറിയില്ല, വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. റാംതുരീഖമനതലഘടക. മക്കളെ, ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചതുകൊണ്ട്. എന്നെക്കാൾ കഴിവുള്ളവരുണ്ട്, പ്രാപ്തിയുള്ളവരുണ്ട്, മിടുക്കുള്ളവരുണ്ട്, സൗന്ദര്യമുള്ളവരുണ്ട്, പണമുള്ളവരുണ്ട്, കുടുംബ ശ്രേഷ്ഠത പറയാൻ കഴിയുന്നവരുണ്ട്. എങ്കിലും കർത്താവിൻ്റെ വേല ചെയ്യാം എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഇന്ന് പകൽക്കാലം അവൻ എന്നിലെ ഒരു ശേഷിപ്പ് കണ്ടതുകൊണ്ട്. മുന്തിരിച്ചക്കിൻ്റെ അടിയിൽ, ആ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഗിദെയോന്റെ അടുക്കൽ ആരിറങ്ങി വന്നു? ദൂതനിറങ്ങി വന്നു. കൊതിയുണ്ടോ? കൊതിയുണ്ടോ? ദൈവത്തെ കാണാൻ കൊതിയുണ്ടോ? ദൂതന്മാർ നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി വരുന്നത് കൊതിയുണ്ടോ?
ഏതോ കേവലം പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടൊതുങ്ങാതെ അതിലുപരിയായി സ്പിരിച്വൽ ബീയിങ്സുമായി ആത്മതലത്തിൽ ദൈവിക ഇടപെടലുകൾ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്, ഗിദെയോനെ വിളിച്ചത് അല്ലയോ പരാക്രമ. അപ്പം അതൊക്കെ പറയുമ്പോൾ നമുക്കൊരു എനർജിയാ അമ്മേ. അത് കേൾക്കുമ്പോൾ അമ്മേ, സത്യത്തിൽ ദൂതൻ അത് പറഞ്ഞപ്പോൾ ഗിദെയോൻ്റെ ഉള്ള ജീവൻ പോയി. കാരണം ഗുഹയ്ക്കകത്തിരിക്കുന്ന കുടുംബത്തിനകത്ത് ആമേ ഗോതമ്പ് കൊണ്ട് നന്മ കൊണ്ട് കൊടുക്കാൻ ഒളിച്ച് ഗോതമ്പ് മിതയ്ക്കാൻ വന്നത് മുന്തിരിച്ചക്കിൻ്റെ ഇടയിൽ. അമ്മൻ അവിടെ വന്നിരുന്ന് ആരും അറിയാതെ, മിഥ്യാനിയർ കാണാതെ കയ്യിലുള്ള ഗോതമ്പൊന്ന് മെതിച്ചിട്ട് തിരിച്ചു പോകണം. ഇതാ അവൻ്റെ പദ്ധതി, ഇതാ അവൻ്റെ ആഗ്രഹം. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, അല്ലയോ പരാക്രമശാലിയെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടോ? ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒന്നിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് വിളിക്കുന്നൊരു സമയമുണ്ട് കേട്ടോ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വിളിയുള്ള ആരുണ്ടെങ്കിൽ എത്ര ഓടിയാല് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ പിടിക്കുക, ദൈവം അവനെ പിടിക്കുക. ദൈവത്തിന്റെ വേലയുള്ളവർ, ദൈവത്തിന്റെ വേല ചെയ്യേണ്ടവർ, ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടവർ, ദൈവത്തിന്റെ വിളിയുള്ളവർ, ദൈവിക തിരഞ്ഞെടുപ്പുള്ളവർ എത്ര ഒളിച്ചിരുന്നാല് അവനെ തേടി ദൈവത്തിന്റെ നിയോഗം വരും. വിശ്വാസമുണ്ടോ? ഇന്ന് നിങ്ങൾ അവിടെ ഇരുന്നാലും നാളെ മയക്കും പിടിച്ചു നിങ്ങൾ നിൽക്കും. കർത്താവിനെ പാടും, കർത്താവിനെ ശുശ്രൂഷിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന്റെ മാവായി മാറും, ദൈവവചനം പ്രസംഗിക്കുക. ദൈവം കണ്ടത് ഒരുവനെ പുറത്തെടുക്കാൻ ദൂതരെ അയക്കുന്നവനാണ് എൻ്റെ ദൈവം. ഞാൻ കൊതിക്കുന്നു 2026 ദൈവവിളിയുള്ള ചിലതിനെ പിടിക്കാൻ ദൈവിക ദൂതന്മാരെ ശൂന്യമായി കിടക്കുന്ന ചക്കിൻ്റെ അടുക്കലേക്ക് ഗിദെയോനെ തേടി ഇറങ്ങിയതുപോലെ കരയുന്ന ചില മാതാപിതാക്കളുടെ കൂടാരങ്ങൾക്കകത്ത് ദൈവിക വിളിയുള്ള ചിലവിനെ തൊടുന്ന ദൈവിക ദൂതന്മാർ. ദൂതനിറങ്ങി. ദൂതൻ പറയുക, അല്ലയോ പരാക്രമശാലിയെ. ആരോട് പറയുക? ഭയന്നിരിക്കുന്നവനോട് പറയുക, ഒളിച്ചിരിക്കുന്നവനോട് പറയുക. അവനോട് പോയി പറയുക, പരാക്രമശാലിയെ. പറയുന്ന വാക്കും അവനായിരിക്കുന്ന സാഹചര്യം തമ്മിൽ ഒരു ബന്ധമില്ല. പറയുന്ന വാക്കും അവനായിരിക്കുന്ന സാഹചര്യം തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ ആത്മാവിൽ പറയാം, നീ കേട്ട ദൂതും നിന്റെ സാഹചര്യവുമായി ഒരു ബന്ധമില്ലെങ്കിൽ അത് യഥാർത്ഥ ദൂത. അതാണ് റിയൽ പ്രൊഫസി. നീ കേട്ട ദൈവശബ്ദവും നിന്റെ സാഹചര്യവുമായി ഒരു ബന്ധമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവത്തിന്റെ ദൂത്. ഇന്ന് പകൽ സാഹചര്യം നോക്കിയല്ല ദൈവം വിളിക്കുന്നത്. സാഹചര്യത്തിന് എതിരായിട്ട് ദൈവത്തിന്റെ ശബ്ദം ചലിക്കുന്നുവെങ്കിൽ 2026 സാഹചര്യത്തിനെതിരായി നീ കേട്ട ചില ദൂതുകൾ എന്റെ ദൈവ മകളെ, സാഹചര്യത്തിന് വിപരീതമായ ദൂതൊക്കെ കേൾക്കുമ്പോ ആ ദൂതിനെതിരെ നിൽക്കരുത്. ആ ദൂതിനെതിരെ കമന്റ് പറയരുത്. ആ ദൂതിനെതിരെ അയ്യോ ഒരു സാധ്യതയില്ലെന്ന് പറയരുത്. നിനക്കാ സാധ്യതയില്ലാത്ത, നിന്റെ മുൻപിൽ ആ വഴിയില്ലാത്ത എൻ്റെ ദൈവത്തിന് 100,000 വഴികളുണ്ട്. എൻ്റെ ദൈവത്തിന് 100,000 വാതിലുകളുണ്ട്. എൻ്റെ ദൈവത്തിന് 100,000 പദ്ധതികളുണ്ട്. നീ നിന്റെ പൊട്ട ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലാ ദൈവം പറഞ്ഞ ദൈവശബ്ദവും നിന്റെ സാഹചര്യം തമ്മിൽ ഒന്ന് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് 100,000 വഴികളും വാതിലുകളും ഉണ്ടെങ്കിൽ 2026 11-ാമത്തെ പകൽ ഒരു ദൂത് ഞാൻ പറയാ. നീ കേട്ട വിപരീതമായ സാഹചര്യത്തിൽ കേട്ട ചില ദൂതുകൾ ഈ 2026 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ നിറവേറുന്ന 2026 നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്ന വർഷമായി മാറാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് 2026 നിന്റെ മുമ്പിൽ ഒരു വഴിയും കാണില്ല. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ 1,000 വഴികളുണ്ട്.
നിന്റെ മുൻപിൽ സഭ വളരാൻ ഒരു വഴിയും കാണില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ 1000 പദ്ധതികളുണ്ട്. നിൻ്റെ കുടുംബത്തിനകത്ത് ഒരു വളർച്ച വെളിപ്പെടാൻ നിൻ്റെ കയ്യിൽ ഒന്നും കാണില്ല. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ 1000 വാതിലുകളും വഴികളും ഉണ്ട്. 2026 സാഹചര്യത്തിന് വിപരീതമായി കേട്ട ചില ദൂതുകൾ നിവർത്തി പദത്തിലേക്ക് വരുമെന്ന് ആത്മാവ് പ്രവചിക്കുക. ആത്മാവ് കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുക, പട്ടണങ്ങളെ നോക്കി പ്രവചിക്കുക, ദേശങ്ങളെ നോക്കി പ്രവചിക്കുക, തലമുറകളെ നോക്കി ഈ പകൽ പ്രവചിക്കുക. ഗിദെയോൻ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ഗിദെയോൻ തന്നെ പറയുക, ഞാൻ ഭയപ്പെടുന്നവനാണ്. അവനെ തന്നെ പറയുക, അവൻ ശക്തിയില്ലാത്തവനാണ്. He himself declared that he is weak. അവൻ ശക്തിയില്ലാത്തവനാണ്. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിനക്ക് പറയാൻ 100,000 കുറവുകൾ കണ്ടേക്കാം. പക്ഷെ അവനെ നോക്കി എൻ്റെ ദൈവം പറഞ്ഞത്, നീ വീണ്ടെടുപ്പുകാരനാണ്, നീ പരാക്രമശാലിയാണ്, യു ആർ എ ഡെലിവറർ. നീ ഒരു വീണ്ടെടുപ്പുകാരനാണ്, നീ ഒരു വിമോചകനാണ്, നീ ചിലതിനെ പുറത്തു കൊണ്ടുവരാവുന്നവനാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, അമ്മയുടെ ഉദരത്തിനകത്തായിരിക്കുന്നതിന് മുമ്പ് എൻ്റെ ദൈവം നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്, നിന്നെ കണ്ടൊരു ദൗത്യമുണ്ട്. എല്ലാവരും മരിച്ചടക്കപ്പെടുന്നത് പോലെ കേവലം 6 അടി മണ്ണിനകത്ത് ഒതുങ്ങരുത്. അബുലയ്ക്ക് പോകുന്നതിന് മുമ്പ് ദൈവം വച്ച പദ്ധതി പൂർത്തീകരിക്കണം, ദൈവം കണ്ട സ്വപ്നം പൂർത്തീകരിക്കണം, ദൈവം നമ്മെ വിളിച്ച വിളി പൂർത്തീകരിക്കണം, ദൈവം തന്ന ദൗത്യം പൂർത്തീകരിച്ചിട്ടേ പോകാവൂ. കാരണം നിന്റെ സാഹചര്യത്തിന് എതിരായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്, സാഹചര്യത്തിന് വിപരീതമായിട്ടാ ദൈവം നിന്നെ കണ്ടത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഗിദെയോനെ ദൈവം വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ. ദൂതനെ അയച്ചാ വിളിക്കുന്നേ. അവൻ്റെ സാഹചര്യത്തിന് വിപരീതം. അവൻ കേട്ട ദൈവശബ്ദം, അവൻ കേട്ട വിളി അവൻ്റെ സാഹചര്യത്തിനെതിരാണ്, അവൻ്റെ സന്ദർഭത്തിനെതിരാണ്. ഞാനിങ്ങനെ പറയാൻ പ്രിയരെ, ഒറ്റ കാര്യം പറഞ്ഞ് ഞാനൊരു ദൂതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാഹചര്യത്തിന് വിപരീതം അവൻ കേട്ടത്, പക്ഷേ ദൈവസാന്നിധ്യം അവനെ ഒരു യോദ്ധാവാക്കി മാറ്റി. ഇന്ന് പകൽ പണമല്ല, പദവിയല്ല, കൂടെ ആളുണ്ടോ ഇല്ലയോ എന്നതല്ല, നീ കേട്ട ദൈവശബ്ദത്തിന് അനുകൂലമായി നിന്നെ തിരിക്കുന്നത് ദൈവസാന്നിധ്യ. നീ കേട്ട വാക്തത്വത്തിലേക്ക് എടുത്തു നിർത്തുന്നത് ദൈവത്തിൻ്റെ മഹത്വ. ദൈവത്തിൻ്റെ മഹത്വ. പുറപ്പാട് 33:14 ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് മുൻപായി പോകും. മോശയോട് പറയുന്നതാ, ഞാൻ നിനക്ക് മുൻപായി പോകും. ആമേ. എന്തുകൊണ്ട്? ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ആമേ. ഞാൻ നിനക്ക് മുൻപായി പോകും, നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. ആമേ. മത്തായി 28:20 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടുകൂടെ സകല കാലമുണ്ട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. നിങ്ങൾ ഭയപ്പെടണ്ട, വേദനിക്കണ്ട. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഭയന്നു വിറങ്ങലിച്ച് മുന്തിരിച്ചക്കിന് മറവിൽ ഒളിച്ചിരുന്ന ഗിദെയോനെ മിദ്യാന്യരുടെ പേടി സ്വപ്നമാക്കി മാറ്റിയത് ആയുധബലമല്ല, കൈമിടുക്കല്ല, അവൻ്റെ പണമല്ല, അവൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ ശക്തിയല്ല, ദൈവസാന്നിധ്യ. ഈ തലമുറയിൽ ദൈവസാന്നിധ്യം കൊതിക്കും മക്കളെ. ഈ തലമുറയിൽ ദൈവമഹത്വം കൊടുക്കുക. കഴിക്കാൻ ആഹാരം വീട്ടിനകത്ത് കുറഞ്ഞാലും ദൈവസാന്നിധ്യം കുറയരുത്. കയ്യിൽ നന്മ കുറഞ്ഞാലും പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ദൈവത്തോടൊരു വാക്ക് കരയാതിരിക്കരുത്. ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോകരുത്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിന്നെ ആൾ മാറിയവനാക്കി പുറത്തു കൊണ്ടുവരുക. നീ അറിയേണ്ട കുഞ്ഞേ, നീ ആർക്കുമെതിരെ പോരാടണ്ട. നിനക്ക് വേണ്ടി സ്വർഗം പോരാടുക, നിനക്ക് വേണ്ടി സാന്നിധ്യം പ്രവർത്തിക്കും. ഞാൻ കുതിക്കുന്നു, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ മഹത്വം ചുമക്കുന്നൊരു തലമുറ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഗിദെയോന്റെ മേൽ വന്നപ്പോൾ
ദൈവ സാന്നിധ്യം അവൻ്റെ മേൽ വന്നപ്പോൾ അവനൊരു എൻകറേജ്മെൻ്റ് അല്ല കിട്ടിയത്, അവന് ശക്തിയാ ലഭിച്ചേ. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. ആരോഗ്യമല്ല ശക്തി, പണമല്ല ശക്തി, ഈ ലോകത്തിലെ നന്മകളല്ല ശക്തി, ദൈവ സാന്നിധ്യ. ആ കരമുയർത്തി അപ്പനോട് പറ, അപ്പ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ശക്തി. ഒന്ന് പറഞ്ഞാട്ടെ. ലൈവിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, അങ്ങയുടെ സാന്നിധ്യപ്പയേ എന്നെ ശക്തി. അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. എന്നിലുള്ള ശേഷിപ്പുകളെ പുറത്തെടുക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിന് കഴിയും. ഒന്ന് പ്രാർത്ഥിച്ചേ. 2026 അധികമായി സാന്നിധ്യം വേണമെന്ന് പറ, അധികമായ ദൈവകൃപ വേണമെന്ന് പറ. കൂട്ടുകാരെ ആനന്ദ തൈലത്ത് പരമായ അഭിഷേകം ചെയ്യാൻ സാന്നിധ്യം എനിക്ക് വേണം. അപ്പൊ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈ തലമുറയിൽ അധികമായ സാന്നിധ്യം തരണമേ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരേ, God's presence change everything. ഒളിച്ചിരുന്നവനെ യോദ്ധാവാക്കി മാറ്റി. ഞാൻ ഇങ്ങനെ പറയാം, ദൈവ സാന്നിധ്യം വന്നാൽ നിന്റെ പേര് മാറും, നിന്റെ പേര് മാറും, നിന്റെ പൊസിഷൻ മാറും, നിന്റെ തലങ്ങൾ മാറും, നിന്റെ അധികാരം മാറും. നിന്റെ ജീവിതത്തിനകത്ത് അൺക്വാളിഫൈഡ് എന്ന് പറയുന്ന പല മേഖലകൾക്കകത്തും നീ ക്വാളിഫൈഡ് ആകും. എങ്ങനെ? ദൈവ സാന്നിധ്യം. നിനക്ക് പഠിപ്പ് കുറവായിരിക്കാം, സാന്നിധ്യം നിന്നെ ഉയർത്തും. നിന്റെ കയ്യിൽ നന്മകൾ കുറവായിരിക്കാം, സാന്നിധ്യം നിന്നെ ലിഫ്റ്റ് ചെയ്യും. നീ ഭയന്നിരിക്കുന്നവനായിരിക്കാം, നിന്നെ പരാക്രമശാലിയാക്കി മാറ്റും. പ്രിയരെ, വചനം അങ്ങനെ പറയുന്നു. ഗിദെയോൻ വായിച്ച തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ നായ പാലനം തുടങ്ങിയപ്പോൾ മിദ്യാനിയരെല്ലാം ഭയന്നോടിയെന്ന. ഹലോ, ഭയന്ന് ചക്കിന് പുറകിൽ ഒളിച്ചിരുന്നവൻ ന്യായപാലനം തുടങ്ങിയപ്പോൾ ശത്രുക്കളെല്ലാം അപകരിച്ചതെല്ലാം തിരിച്ചു നൽകിയിട്ട് ഓടിക്കളഞ്ഞെന്ന്. Why it happened? സാന്നിധ്യം. വർഷങ്ങൾ കൊണ്ട് ശത്രുക്കൾ കൊണ്ടുപോയത് തിരിച്ചു വരണോ? സാന്നിധ്യം വേണം. കേട്ട വാക്തത്വം നിന്റെ മേൽ നിറവേറണോ? സാന്നിധ്യം വേണം. നിന്റെ സാഹചര്യത്തിന് വിപരീതമായി കേട്ട നീ ദൂത് നിന്നെ നിറവേറണോ? സാന്നിധ്യം വേണം. നിന്റെ പേർ മാറണോ? സാന്നിധ്യം വേണം.